നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ചാലക്കുടി, അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സമാദരണ സദസ്സ് നടത്തി. LDFന്റെ നേതൃത്വത്തിൽ അങ്കമാലി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചാലക്കുടിയിലെ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ Y സിൽവിൻ, തോമസ് ഉണ്ണിയാടൻ MLA, നഗരസഭാ കൌൺസിലർ ലിൻഡ ജോയ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 10 കോടി രൂപ ചെലവഴിച്ച നവീകരിച്ച സ്റ്റേഷൻ ആധുനിക ശൈലിയിൽ മനോഹരമാക്കി. ഇത് ലോകത്തെവിടെയില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മളതിന് മുന്നിൽ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ വളരെ വ്യക്തമായി പ്രസംഗിച്ചുകൾ നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഹൈഡ്രജനിൽ ഓടുന്ന ട്രെയിൻ ഒരുപക്ഷെ അന്തരീക്ഷത്തിലേക്ക് ചീറ്റുന്നത് വാട്ടർവേയിലാണ്. പ്രപഞ്ചത്തെയാണ് സംരക്ഷിക്കാൻ ഒരു യാത്രാ മാർഗത്തിൽ വരുത്തിയിരിക്കുന്ന അത്യുന്നതമായ നവോത്ഥാനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചായക്കട നടത്തി വന്ന ആള് 4ാം ക്ലാസ്സിൽ മുസ്ലിം കഴിഞ്ഞ് വന്ന ആളിന് സ്ഥാപിച്ചതിൽ ഇതാണ് ഇന്ന് ലോകം കാണുന്ന ഏറ്റവും എക്സലന്റ് ഗവൺമെന്റ്. നമുക്കെല്ലാവർക്കും പറയാം, കേരളത്തിലെ കാസർഗോഡ് നിന്നാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കൈവശം ഒരു ഭൂമി പോലും അക്വയർ ചെയ്യാതെ ദേശീയപാതയോട് ചേർന്ന്, എയർപോർട്ടിനോട് ചേർന്ന്, റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ആവശ്യമായ തലമുറയുടെ സാമീപ്യമുള്ള ഏറ്റവും ഒരു തുണ്ട് ഭൂമി പോലും അക്വയർ ചെയ്യാതെ കൊടുക്കാൻ തയ്യാറായ ഭൂമി പ്രകൃതിയിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജില്ലയുടെ മന്ത്രി, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലുള്ള നമ്മുടെ ബഹുമാനായ കേന്ദ്രമന്ത്രി ആ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം നമ്മളോട് കാണിക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. അതിലൂടെ ടൂറിസം സാധ്യതകളെയും നമുക്ക് അനുകൂലമാക്കാൻ, പ്രത്യേകിച്ച് ടൂറിസത്തിന്റെ വകുപ്പത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തോട് മുമ്പ് സംസാരിക്കുമ്പോഴും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടി ഗൗരവതരമായി പരിഗണിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ആശംസ കൂടി ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു.
ങ്ങൾ തമ്മിൽ മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്ന ഈ വർഷത്തെ ദിനാചരണ സന്ദേശം രേഖപ്പെടുത്തിയ ഗ്രാഫിറ്റി വാൾ MLA പ്രകാശനം ചെയ്തു. ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ നാലി ഷിബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി. അമ്മയുടെയും കുഞ്ഞിന്റെയും ക്ഷേമത്തിന് പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ വിഷയാവതരണം നടത്തി. കുടുംബാസൂത്രണത്തിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ് സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുരുഷന്മാർക്കായുള്ള കുടുംബാസൂത്രണ മാർഗമായ നോ സ്കാൽപ്പൽ വാസക്ടമി ക്യാമ്പ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രി സർജൻ ഡോക്ടർ പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത്. ചാലക്കുടി സെയിന്റ് ജെയിംസ് അക്കാദമിയിലെ നഴ്സിംഗ് ഫാർമസി വിദ്യാർത്ഥികൾ വിവിധ ബോധവൽക്കരണ പരിപാടികളും അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KV പോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫ സന്തോഷ്, വാർഡ് കൗൺസിലർ മെഴ്സി ടീച്ചർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ P ഉമാദേവി, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ CM ശ്രീജ, ടെക്നിക്കൽ അസിസ്റ്റന്റ് AJ ആൻഡോ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മർച്ചന്റ് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സമാദരണ സദസ്സ് നടത്തി. ചാലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു അധ്യക്ഷയായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന വനിതാ ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയ് മൂത്തേടനെയും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായി പ്രസിഡന്റ് MD ഡേവിസ്, സെക്രട്ടറി ഗോവിന്ദൻകുട്ടി, ട്രഷറർ ഡേവിസ് വെളിയത്ത്, വൈസ് പ്രസിഡന്റുമാരായ ആന്റോ മേനാച്ചേരി, EJ ആന്റണി, ചന്ദ്രൻ കൊളത്താപ്പള്ളി, മുനിസിപ്പൽ കൌൺസിലർ റെയ്സൻ ആലുക്ക, ഷൈജു പുത്തൻപുറയ്ക്കൽ, KS സലീം, യൂത്ത് വിംഗ് ഭാരവാഹികളായ പ്രസിഡന്റ് TB ബിനു, സെക്രട്ടറി PS പ്രവീൺ കുമാർ, ട്രഷറർ KN രഞ്ജിത്ത് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. വനിതാ വിംഗ് സെക്രട്ടറി ഷാജി ആൻഡോ, ട്രഷറർ സിനി സന്തോഷ്, മിനി രാജു, മോളി ജോഷി, ആനി ജോസ്, ഷേർലി സാജു മോൻ, ഷൈല അശോകൻ, ബിനു ജോസമോൻ, സ്വപ്ന ബിജു എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് വനിതാ വിംഗ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന കർക്കിടക മരുന്നുണ്ടയുടെ വിതരണോദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, അസോസിയേഷൻ പ്രസിഡന്റ് MD ഡേവിസ് എന്നിവർക്ക് നൽകി നിർവഹിച്ചു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ കർക്കിടകഞ്ഞി വിതരണവും ബോധവൽക്കരണവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KV പോൾ അധ്യക്ഷനായി. ഷിഫ സന്തോഷ്, ഷിബു വാലപ്പൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കർക്കിടകഞ്ഞി വിതരണവും ഉണ്ടായി. വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, ജനപ്രതിനിധികള്, വകുപ്പ് മേധാവികള്, നമ്മുടെ പ്രിയപ്പെട്ട ജീവനക്കാര്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, ഇന്ന് കർക്കിടകം 1. നമുക്കറിയാം പണ്ട് കാലത്ത് ആയുർവേദ വിധി ആചാരപ്രകാരം ചേട്ടനാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു മെനു പറഞ്ഞ വഴി ജനസേവന കേന്ദ്രമാണ് നമ്മളോട് ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഓൺലൈനായി നടന്ന പരിപാടിയിൽ രാജ്യത്തെ 75 അമൃത് സ്റ്റേഷനുകൾ കൂടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പദ്ധതിയുടെ ഭാഗമായി 35 റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. നിലവിലെ ഘട്ടത്തിൽ അങ്കമാലി ഉൾപ്പെടെ ചാലക്കുടി, തലശ്ശേരി, തിരൂർ, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി എന്നീ 6 സ്റ്റേഷനുകളാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകളാണ് അങ്കമാലി സ്റ്റേഷനിലൂടെ കടന്നുപോകുന്നത്. 9 കോടി രൂപ ചെലവഴിച്ച നവീകരിച്ച സ്റ്റേഷന്റെ മുൻവശം ആധുനിക
ശൈലിയിൽ മനോഹരമാക്കി. പുനർരൂപകൽപ്പന ചെയ്ത പ്രവേശന പ്ലാസ, പാർക്കിംഗ് സൗകര്യം, എക്സിക്യൂട്ടീവ് വെയിറ്റിംഗ് ഹാൾ, കാത്തിരിപ്പ് ഹാളുകൾ, ആധുനിക ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്, നവീകരിച്ച പ്രവേശന ഹാൾ, റിട്ടയറിംഗ് റൂമുകൾ, ഡോർമിറ്ററി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ MP ബെന്നി ബെഹനാൻ, രാജ്യസഭാ MP ഹാരിസ് ബീരാൻ, MLA BB ഗോപകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷാജി ജോസഫ്, സദേൺ റെയിൽവേ ചീഫ് പ്രോജക്ട് മാനേജർ S കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒത്തിരിയേറെ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ റെയിൽവേസിനും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനും അതുവഴി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒട്ടേറെ പുരോഗതികൾ ഉണ്ടാവട്ടെ. അപ്പം ഇന്ത്യൻ റെയിൽവേക്കും കേരള റെയിൽവേക്കും നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു. നമ്മളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെങ്കിലും ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഡൽഹിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളതിന്റെ ഇപ്പോ അങ്കമാലിയുടെ സ്ഥലമാണെങ്കിൽ പ്രിയപ്പെട്ട വെല്ലിച്ചേട്ടന്റെ നേതൃത്വത്തിലായിരിക്കും ഞങ്ങൾ 2-3 ആളുകളെ വിളിച്ചിട്ട് റെയിൽവേ മന്ത്രിയുടെ ഇപ്പോ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഏറ്റവും വലിയൊരു ജനത എന്ന് പറയുന്നത് മലയാളി. നമ്മുടെ ട്രെയിനുകളുടെ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ട്രെയിനുകളുടെ കോച്ച് എല്ലാം അല്പം പഴക്കം പിടിച്ച കോച്ചാണെങ്കിൽ പോലും കുറച്ചുകൂടി സൗകര്യമുണ്ടാക്കണം. ഇവിടെ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ ലിഫ്റ്റിന്റെ പണി ആരംഭിക്കുമെന്ന് ഞാൻ നിവേദനം ചെയ്യും. വീണ്ടും അതിന്റെ ലാൻഡ് അക്വിസിഷനുമായി മുന്നോട്ട് പോകണം എന്ന് കഴിഞ്ഞ ദിവസം ശ്രീ ലീലാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ MP-മാരുടെ യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റും അതിന് മുൻകൈയെടുത്ത് ഈ നാടിന്റെ ഏറ്റവും വലിയ ആവശ്യമായ ആ റെയിൽവേ ഗേറ്റ്, റെയിൽവേ ഓവർബ്രിഡ്ജ് പണിയാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ്. അത് കാലടി വരെയുള്ള അതിൻ്റെ റെയിൽ നിർമ്മിച്ചിട്ടുണ്ട്. കാലടി റെയിൽവേ സ്റ്റേഷൻ പണി തീർന്നിട്ടുണ്ട്. പെരിയാറിനെ ക്രോസ് ചെയ്യുന്നുള്ള പാലത്തിന്റെ പണി തീർന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിന് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടും മറ്റു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും ആ പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയാത്തതുണ്ട്. प्रधानमंत्री जी पंजाब की समृद्ध लोकतांत्रिक परंपरा के प्रति उत्साह और उल्लास से भरपूर सांस्कृतिक कार्यक्रम का आनंद उठाते हुए तमाम आप सभी का बताते हुए सुंदर मामला यहाँ चल रहा है और उसके पश्चात स्टेशन की झांकी दिख रही है. से स्वागत करते हैं सभी परियोजनाओं का. LDF-ന്റെ നേതൃത്വത്തിൽ അങ്കമാലി നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ ബിജു പൌലോസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KP രജീഷ്, ലോക്കൽ സെക്രട്ടറി സജി വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഗ്രേസി ദേവസി, സച്ചിൻ ഐ കുര്യാക്കോസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ തീരുമാനം പിൻവലിക്കുക, അശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ പുനഃപരിശോധിക്കുക, തെരുവുനായ ശല്യം പരിഹരിക്കുക, പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക, UDF ഭരണസമിതി 10 മാസം മുമ്പ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തിയ പൊതുശ്മശാനം ഉടൻ യാഥാർത്ഥ്യമാക്കുക, താലൂക്ക് ആശുപത്രിയിലെ മാതൃ ശിശു സംരക്ഷണ യൂണിറ്റും പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തനക്ഷമമാക്കുക, വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും ഡ്രൈനേജ് വഴി മാഞ്ഞാലി തോട്ടിലേക്ക് മലിനജലം ഒഴുകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ബോർഡ് അംഗവും CPIയുടെ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അങ്കമാലി നഗരസഭയുടെ മുൻ ക്ഷണിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് IKSLന്റെ നേതൃത്വത്തിൽ മുത്തശ്ശി വൈദ്യം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ഡോക്ടർ R ഭഗവതി അമ്മാൾ വിഷയാവതരണം നടത്തി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ KN ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, IKSL കൺവീനർ ഡോക്ടർ സ്വപ്ന C കോമ്പത്ത്, ഏഞ്ചൽ മേരി, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഹണി ജേസൺ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും നടന്നു. മനക്കുളങ്ങര UP സ്കൂളിന്റെ ഡ്രസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മലക്കപ്പാറ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി സൗജന്യ വസ്ത്രവിതരണം സംഘടിപ്പിച്ചു. നമ്മുടെ മലക്കപ്പാറ സ്കൂളിലെ മക്കൾക്ക് നമ്മുടെ KVUPSലെ മക്കളുടെ വക ഡ്രസ് ബാങ്ക് വക ചെറിയൊരു സന്തോഷം ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കായിട്ട്. താങ്ക് യു വെരി മച്ച്. ചാലക്കുടി ഉപജില്ലയിലെ തന്നെ മറ്റൊരു വിദ്യാലയമായ മലക്കപ്പാറ വിദ്യാലയത്തിലേക്ക് ഈ സേവനം എത്തിക്കുന്നതിന് പൂർണ്ണമായ യാത്രാ ചെലവ് യുണൈറ്റഡ് മാർഷൽ ആർട്സ് പരിശീലകനും മനക്കുളങ്ങര കൃഷ്ണവിലാസ് സ്കൂൾ വിദ്യാലയത്തിന്റെ കരാട്ടെ ഇൻസ്ട്രക്ടറുമായ MK സുഭാഷാണ് വഹിച്ചത്. പൂർണ്ണമായും സേവന മനസ്സോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും മുതിർന്നവർക്കുള്ള വസ്ത്രങ്ങളുമാണ് മലക്കപ്പാറയിൽ എത്തിച്ചു നൽകുന്നത്. കഴിഞ്ഞ 4 വർഷത്തോളമായി മനക്കുളങ്ങര വിദ്യാലയത്തിൽ മാതൃകാപരമായ രീതിയിൽ ഡ്രസ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നു. വിദ്യാലയത്തിലെ അനധ്യാപകനും ഡ്രസ് ബാങ്ക് കോർഡിനേറ്ററുമായ K സനലിന്റെ നേതൃത്വത്തിലും സ്കൂൾ പ്രധാന അധ്യാപികയും പദ്ധതിയുടെ രക്ഷാധികാരിയുമായ PS സീമയുടെ മേൽനോട്ടത്തിലുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയത്തിലെ ഡ്രസ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. മലക്കപ്പാറ സ്കൂളിലെ കുട്ടികൾക്കും അവിടുത്തെ ആവശ്യക്കാർക്കും ഈ വസ്ത്രങ്ങൾ ഏറെ പ്രയോജനപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മോട്ടോർ സൈക്കിൾ അനുമതിയില്ലാതെ കൊണ്ടുപോയത് ചോദ്യം ചെയ്ത സുഹൃത്തിനെ പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കൊരട്ടി പോലീസ് സ്റ്റേഷൻ റൌഡി സുമിത്തിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മേലൂർ പൂലാനി സ്വദേശി ഞാറക്കൽ വീട്ടിൽ 27 വയസ്സുള്ള സുമിത്താണ് അറസ്റ്റിലായത്. മേലൂർ കല്ലുത്തി സ്വദേശി കരിപ്പാല വീട്ടിൽ 33 വയസ്സുള്ള ജിൽജിത്തിനെയാണ് സുമിത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ജൂലൈ 6 രാത്രി 8:30 പൂലാനി കോലോത്തും കടവിന് സമീപമുള്ള ഇരുവരും ജോലി ചെയ്യുന്ന കമ്പനി റൂമിൽ വെച്ചാണ് സംഭവം നടന്നത്. ജിൽജിത്തിന്റെ മോട്ടോർ സൈക്കിൾ പ്രതിയായ സുമിത്ത് അനുമതിയില്ലാതെ കൊണ്ടുപോവുകയും അസമയത്ത് സ്ത്രീകളെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് ജിൽജിത്ത് ചോദിക്കുകയും ഇനി വണ്ടി കൊണ്ടുപോകരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായത്. ജിൽജിത്തിനെ തടഞ്ഞു നിർത്തി പേന കൊണ്ട് കുത്തിയതിൽ ഇടത് കണ്ണിന് സമീപം ആഴത്തിൽ മുറിവേറ്റു. ആക്രമണത്തിന് ശേഷം പരിക്കേറ്റത് വാഹനത്തിൽ നിന്ന് വീണതാണെന്ന് പറയിപ്പിക്കാൻ പ്രതി ജിൽജിത്തിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സുമിത്ത് കൊരട്ടി അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മയക്കുമരുന്ന് ഉപയോഗിച്ച 3 കേസുകളിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച 2 കേസുകളിലും അടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO ഹബീബുള്ള, SIമാരായ ഷിബു, സുമേഷ്, GASIമാരായ ജോഷി, ഷിജോ, ഷീബ, GS CPOമാരായ അഭിലാഷ്, നിഖിലൻ, CPOമാരായ ശ്രീജിത്ത്, ഷാജി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഒരിടത്ത് ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ശനിയാഴ്ച 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മൊബൈൽ ഫോണിനും ടിവിക്കും മുന്നിൽ സമയം നഷ്ടപ്പെടുന്ന കുട്ടികളെ മികച്ച സ്വഭാവ ഗുണമുള്ളവരായി വളർത്തിയെടുക്കാനുള്ള അവസരം ചാലക്കുടിയിൽ. ISR ശാസ്ത്രജ്ഞനും ആദിശങ്കര യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ TP ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സവിശേഷമായ പരിശീലന പരിപാടി ജൂലൈ 19 ഞായറാഴ്ച നടക്കും. പരിവർത്തന ഗുരുകുലം ഗ്രാൻഡ്മ ചൈൽഡ് കെയർ എന്ന പേരിൽ വീട്ടിലൊരു വിദ്യാലയം, കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ മാറ്റുക, നല്ല ശീലങ്ങൾ വളർത്തുക എന്നതാണ് ലക്ഷ്യം. കുട്ടികളുടെ ഭാവിയെ കരുതിവെക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പങ്കെടുക്കാം. സീറ്റുകൾ തികച്ചും പരിമിതമായതിനാൽ കൂടുതൽ അറിയാൻ പങ്കെടുക്കാനും ആഗ്രഹിക്കുന്നവർ 99 46 94 66 19 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് എത്രയും വേഗം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തൃശൂർ ജില്ലയിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. അക്ഷയ ജനസേവാ കേന്ദ്രം മുഖേന ജൂലൈ 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ചാലക്കുടി, അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സമാദരണ സദസ്സ് നടത്തി. LDFന്റെ നേതൃത്വത്തിൽ അങ്കമാലി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.